ശ്രീകുമാർ മനയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമൂഹങ്ങൾ അവരുടെ അലീജിയൻസ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തുള്ള ചില കാരണങ്ങൾ കൂടി നമുക്കതിനെ കണ്ടുകൂടെ. ഇപ്പോൾ 2009 മുതൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആന്റോ ആന്റണി തുടർച്ചയായി ജയിക്കുകയാണ്. 2024 അദ്ദേഹം 4ാമത് തെരഞ്ഞെടുപ്പും ജയിച്ചു. പക്ഷേ ഈ കാലയളവിൽ പത്തനംതിട്ട ജില്ലയിലെ തന്നെ നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യം എടുക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളും LDF ആണ് ജയിച്ചത്. 5-5. ഇപ്പോൾ ഇടുക്കി എടുക്കൂ, ഒന്നൊഴിച്ച് ബാക്കി 4ഉം LDF ആണ് ജയിക്കുന്നത്. അതേസമയം അവിടുത്തെ ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം എടുത്ത് നോക്കൂ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എടുത്ത് നോക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2 പാറ്റേൺ വരുന്നു. രണ്ടാമത്തേത് ഈ 2009 മണ്ഡല പുനർനിർണയത്തിന് ശേഷം നിയമസഭാ മണ്ഡലങ്ങളുടെ ഘടന അഡ്വാൻറ്റേജ് LDF ആണ്. പ്ലസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്സ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്സിൽ നിന്ന് വിഭിന്നമാണ്. ഓരോ MLAയും എങ്ങനെ മണ്ഡലം നോക്കുന്നു, MLAയുടെ ജനസ്വാധീനം എന്ത്, MLAക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ സോഷ്യൽ ഗ്രൂപ്പുകളെ അടക്കം മാനേജ് ചെയ്യാൻ കഴിയുന്നു, ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൂക്ഷ്മ രാഷ്ട്രീയ വിഷയങ്ങൾ മുതൽ സൂക്ഷ്മ തല സ്പർശിയായ ഇടപെടലുകൾ വളരെ 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 നിർണായകമായി പങ്കുവഹിക്കുന്ന ഇടത്ത് മുകളിൽ ഞങ്ങളുടെ സംഘടനാ ശരീരത്തിൽ അതിന് ഏറ്റവും മേൽത്തട്ടിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചതുകൊണ്ട് എന്താണ് കാര്യം? അഭിലാഷ്, അതെ, ഇതിനകത്ത് ഒരു 3-4 ചോദ്യങ്ങളാണ് അഭിലാഷ് ചോദിച്ചത്. നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും അസംബ്ലി ഇലക്ഷനിൽ അപ്ലൈ ചെയ്യപ്പെടില്ല കേരളത്തിൽ. കാരണം വെച്ചാൽ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നത് അത് വേറൊരു രാഷ്ട്രീയത്തിൻ്റെ പുറത്താണ്, വേറൊരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അത് പലപ്പോഴും UDF അനുകൂലമാകാനാണ് സാധ്യത. 2004 ഒഴിച്ച് ബാക്കി എല്ലാ 2004 96 ഒക്കെയുള്ള ആ തെരഞ്ഞെടുപ്പുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 96 10-10 ആയിരുന്നു എൻ്റെ ഓർമ്മ. 2004 ഒറ്റ UDF സീറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. അത്തരം തെരഞ്ഞെടുപ്പുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ UDF പൊതുവെ ഒരു മേൽക്കൈയുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ. അത് നമുക്കറിയാം. അതിൻ്റെ കാരണം നമുക്കറിയാം. ഞാൻ ആ കാരണത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാരണം തന്നെയാണത്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ മണ്ഡല പുനർനിർണ്ണയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2006 കാലത്ത് ഈ മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിനെ പ്രതികരിച്ച് പോയത് ഒന്ന് MP ഗംഗാധരനും 2 PP ജോർജുമാണ്. അതിൽ MP ഗംഗാധരൻ DACയിലേക്ക് പോകുന്നതാണ് എൻ്റെ ഓർമ്മ. PP ജോർജ് മാഷ് പിന്നെ എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല. ഏതായാലും അവരവിടെ നിന്ന് ചായ വണ്ടിപ്പരിപ്പ് കഴിച്ച് പോന്നു എന്നുള്ളതല്ലാതെ കാര്യമായിട്ടൊന്നും നടന്നില്ല. പക്ഷേ ലീഗിന് വേണ്ടി പോയ KNA ഖാദറും CPMന് വേണ്ടി ഹാജരായ കോടിയേരി ബാലകൃഷ്ണനും കൃത്യമായിട്ട് അവരവരുടെ പാർട്ടികൾക്ക് വേണ്ടി ആ മണ്ഡലങ്ങളെ ഡിഫൈൻ ചെയ്തെടുത്തു. അത് കോൺഗ്രസിന് പറ്റിയ വലിയ വീഴ്ച തന്നെയായിരുന്നു അക്കാര്യത്തിൽ. അത് കരുണാകരൻ്റെ പാർട്ടി പെടുന്ന വിട്ടുപോയതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു മന്ദതാവസ്ഥ അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ. കാരണം അത്തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ശൂന്യത കോൺഗ്രസ് ഉണ്ടായ സമയത്താണ് ഈ ഡീലിമിറ്റേഷൻ്റെ വിഷയമൊക്കെ വരുന്നത്. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിന് അവിടെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ അയച്ച ആളുകൾക്കൊന്നും അവിടെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. കുറച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് അവരുടെ മണ്ഡലങ്ങൾ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഔട്ട്റൈറ്റായിട്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ആ മണ്ഡല പുനർനിർണ്ണയം വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കോൺഗ്രസിന് മാത്രം. ഈ ലീഗിനും CPMനും നേട്ടങ്ങളുണ്ടായപ്പോൾ കോൺഗ്രസിന് വളരെ തിരിച്ചടി. കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു 40ഓളം മണ്ഡലങ്ങളിൽ LDF സുരക്ഷിതമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നമ്മൾ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ 40ഓളം മണ്ഡലങ്ങൾ LDFന് സുരക്ഷിതമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, MLAമാരുടെ പെർഫോമൻസ്, ഇതുപോലെ പരമ്പരാഗതമായിട്ട് LDFന് ലഭിക്കുന്ന മണ്ഡലങ്ങൾ, UDFനുള്ള മണ്ഡലങ്ങൾ, പിന്നെ BJPയുടെ കടന്ന്, ഇതെല്ലാം ചേരുമ്പോഴാണ് ഈ അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു സംഭവം വരുന്നത്. 2021 തെരഞ്ഞെടുപ്പ് സംഭവിച്ചിട്ട് അന്ന് കൊറോണ കാലമായിരുന്നു. കൊറോണ എന്ന് പറയുന്ന സംഭവത്തെ പിണറായി വിജയന് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ LDF വിജയത്തിന് വലിയൊരു കാരണം. പിന്നെ രണ്ടാമത് ഈ നേരത്തെ പറഞ്ഞ ഒരു മാണി കോൺഗ്രസ് വിടുകയും ന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസുമായി അത്രയ്ക്ക് അടുക്കാൻ പറ്റുന്നില്ല, ആ രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസിലില്ല എന്നുള്ള പ്രചരണവും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് കോൺഗ്രസ് വലിയ തിരിച്ചടി ഉണ്ടായത്. അതിൽ ഈ പറഞ്ഞവരെല്ലാ ഘടകങ്ങളുണ്ട്. കൊറോണ സർക്കാർ കൈകാര്യം ചെയ്ത രീതിയും ഈ മാണി കോൺഗ്രസ് വിട്ടുപോയ രീതിയും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ബന്ധം എല്ലാം അക്കാര്യത്തിൽ വരും. അപ്പോൾ നമ്മൾ ഈ ബഹുമുഖമായ തന്ത്രങ്ങൾ കൊണ്ടാണ് അസംബ്ലി ഇലക്ഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുള്ളൂ. ആ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് ഈ അടിയന്തര പ്രാധാന്യത്തോടെ ഹൈക്കമാൻഡ് നടപ്പിൽ വരുത്തിയത്. ഷണ്ണി ജോസഫിനെ കൊണ്ടുവന്നു, പുതിയ നേതൃത്വം കൊണ്ടു. അപ്പോൾ ജനങ്ങൾക്കൊരു അപ്പീൽ ഉണ്ടാകാം. ആദ്യം നേതൃത്വത്തിൽ നിന്ന് ജനങ്ങൾക്കൊരു അപ്പീൽ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയാണ് നേതൃത്വം അംഗീകരിക്കപ്പെടുന്നത്. ആ ഒരു അപ്പീലിൻ്റെ പുറത്ത് അപ്പോൾ സണ്ണി ജോസഫ് ആയാലും ഷാഫി പറമ്പിലായാലും വിഷ്ണു ആയാലും അടൂർ പ്രകാശ് ആയാലും ജനങ്ങൾക്കൊരു അപ്പീലുണ്ട്. ഈ നേതൃത്വം കൊള്ളാം, ഇവരായിരിക്കും ഇനി UDFനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കുക എന്ന് വരുമ്പോൾ തന്നെ ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഭരണവിരുദ്ധ വികാരത്തെ, ആൻറ്റി ഇൻകംബൻസിയെ കുറച്ചുകൂടെ ടൈറ്റായിട്ട് നമുക്ക് എൻഗാഷ് ചെയ്യാൻ പറ്റും.
കുറച്ചുകൂടെ വിശാലാർത്ഥം അല്ലെങ്കിൽ കുറച്ചുകൂടെ അതൊരു നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായത്. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നാനാവിധമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച്, അത് ജാതി ഉണ്ടാവും, മതമുണ്ടാവും, പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ടാവും, വികസന പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം തന്നെ റോഡ് വികസനം അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളടക്കമുള്ള ഈവൻ എന്താ പറയുക നമ്മൾ തികച്ചും വളരെ സങ്കുചിതമായ ജാതി മത കാര്യങ്ങൾ പോലും അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു സംഭവം ഒരു തെരഞ്ഞെടുപ്പാണ് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പെടുന്നത്. വളരെ നമുക്ക് അന്തം വിട്ടു. നമ്മൾ ചില മണ്ഡലങ്ങളിൽ ചെന്ന കൃത്യമായ രീതിയിൽ ചില സമുദായങ്ങൾ ചില സമുദായ നേതാക്കളെ മാത്രം അവിടുത്തെ MLA പരിഗണിച്ചു എന്ന് പറഞ്ഞ് മറ്റു സമുദായങ്ങൾ മാറി നിൽക്കുക. അങ്ങനെ അതിനെല്ലാം കമ്പയിൻ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അസംബ്ലി ഇലക്ഷനിൽ ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എടുത്തേക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു എനർജി നൽകുന്ന തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് സുധാകരൻ മാറ്റി സണ്ണി ജോസഫ് വരികയും പുതിയൊരു നേതൃത്വം വരികയും ഇനി DCC താഴെ പുനഃസംഘടന വേഗം വരികയും എല്ലാം ചെയ്യുന്നത്. ഇത് മുന്നോട്ട് പോയ ഇത് പ്രാണവായു പോലെയാണ്. ഇത് ഒരു കോൺഗ്രസ് ആവശ്യമായ സമയത്തുണ്ടായ ഒരു സംഘടനാ പരിഷ്കരണമാണ് ഇത് എന്നാണ് താങ്കൾ കാണുന്നത്.